നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു DBS മൂവ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞൊരു പ്ലഗിനാണ് പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ അതായത് നമ്മളിങ്ങനെ ഡോറൊക്കെ തുറക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഡ്രോവറൊക്കെ ഉണ്ടെങ്കിൽ ഡ്രോവർ നമ്മൾ ഇങ്ങനെ തുറന്ന് കാണുന്ന രീതിയിൽ, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുക, ഡോറെല്ലാം നമുക്കിങ്ങനെ അടയ്ക്കാം. അപ്പോൾ ഈ ഒരു പ്ലഗിനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യം തന്നെ ഡ്രോവറിനെ പരിചയപ്പെടാം. ഡ്രോവർ, അപ്പോൾ ഈ പ്ലഗിൻ ഇതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് സാധനം, ഇത്രയേ ഉള്ളൂ. ആകെ DBS മൂവ് റൊട്ടേറ്റ് എന്ന പേര്. അപ്പോൾ ഈ പ്ലഗിനിൽ പറഞ്ഞാൽ ഒരു ഓപ്പൺ ക്ലോസ് എന്ന സംഭവമുണ്ട്, ജോയിൻറ്റ് മൂവ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്, സെറ്റിങ്സ് എന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഡ്രോവർ സെലക്ട് ചെയ്യുക. അതിന് ഗ്രൂപ്പ് ചെയ്തൊക്കെ വെച്ചാൽ അത്ര നല്ലത്. ഗ്രൂപ്പ് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഡോറാണെങ്കിലും ഡോർ നമ്മൾ നേരെ ഇങ്ങനെ ഗ്രൂപ്പാക്കുക. ഓക്കെ, വെച്ചേക്കാം അങ്ങനെ. അപ്പോൾ ഡ്രോവർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ സെറ്റിങ്സിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഈ ഡ്രോവർ തുറക്കാൻ നമുക്ക് വേണ്ട എന്താ, സ്ലൈഡറാണ്. ഇപ്പോൾ രണ്ട് ഓപ്ഷനുള്ളത്, ഹിഞ്ചുണ്ട്, സ്ലൈഡറുണ്ട്. ഡോറൊക്കെ നമ്മൾ ഹിഞ്ചിലും ഡ്രോവറുകൾ നമ്മൾ സ്ലൈഡറിലും കൊടുക്കണം. സ്ലൈഡറിൽ കൊടുക്കുക. എന്നിട്ട് അതിന് ആക്സിസ് സെലക്ട് ചെയ്യണുണ്ട്. ഡ്രോവർ ഇങ്ങനെ പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആക്സിസ് ഈ സൈഡിലാണ്. നമ്മൾ ഈ ആക്സിസ് സെലക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ സൈഡിൽ കണ്ടാൽ നമുക്കിങ്ങനെ പിക്ക് ചെയ്യാം ലൈൻ ഏതെങ്കിലും. ഈ താഴത്തെ ഒരു ലൈൻ ഞാൻ പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, അതിൻ്റെ ആക്സിസ് ഇങ്ങനെ സെൻറ്ററിൽ കൂടിയാണെന്ന് എനിക്ക് കിട്ടി. അത് മൂവ് ചെയ്യേണ്ട അങ്ങനെയാണെന്ന് മനസ്സിലായി. എന്നിട്ട് അവർ ചോദിക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ ഏതാ എന്നാണ്. ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്ന് കൊടുക്കണ്ടേ. ഞാൻ തൽക്കാലം ഇതിനെ ക്ലോസ്ഡ് പൊസിഷൻ എന്ന് ഇരിക്കും. അതായത് ഒരു കബോർഡിൻ്റെ അകത്ത് ഇരിക്കുകയാണ്, അപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞ് കൊടുക്കുക. അത് ക്ലോസ്, അത് പച്ച എറിഞ്ഞിരിക്കുന്ന ഇപ്പോൾ നമ്മൾ സെലക്ട് വെച്ചിരിക്കണേ. അപ്പോൾ അത് ക്ലോസ്. എനിക്ക് വേണമെങ്കിൽ മാറ്റി ഓപ്പൺ കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ക്ലോസ് കൊടുക്കുന്നു. ആനിമേഷൻ ടൈം തൽക്കാലം ഒന്നും ചെയ്യേണ്ട, 1 സെക്കൻഡ് മതി നമുക്ക് തുറന്ന് വരാനായിട്ട്. അപ്പോൾ ഇത്ര സെറ്റ് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ ഇതിൻ്റെ ഹാൻഡ് സിമ്പിളില്ലേ അതെടുക്കുക. ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വലിക്കുക. ഓക്കെ, അവിടെ വയ്ക്കുക. എന്നിട്ട് പിന്നെയും സെറ്റിങ്സിൽ പോവുക, ഇതിനെടുക്കുക. എന്നിട്ട് പറയണം ഇപ്പം ഇരിക്കുന്നത് ഓപ്പൺ പൊസിഷനാണെന്ന് പറഞ്ഞു കൊടുക്കുക. വേറെ ഒന്നും സെറ്റ് ചെയ്യേണ്ട, നമ്മൾ വേറെ ഒന്നും കൊടുക്കരുത്, ഇത്രയും മാത്രം കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായി? ആക്സൺ സെലക്ട് ചെയ്യേണ്ട, അത് ഓൾറെഡി സെലക്ട് ചെയ്തു. ഓപ്പൺ പൊസിഷൻ കൊടുക്കുക, വിൻഡോ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഡോറിൻ്റെ ഈ സ്വിച്ച് എടുത്തിട്ട് തട്ടി കഴിഞ്ഞാൽ കണ്ടോ അങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അത് ഇത്രയുള്ള പരിപാടി. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ ഡോറിനെ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സെയിം സെറ്റപ്പ് തന്നെ. ഡോറിനെ സെലക്ട് ചെയ്യുക, സെറ്റിങ്സിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താണ്, സ്ലൈഡറാണോ ഹിഞ്ചാണോ നമ്മൾ കൊടുക്കുക. ഹിഞ്ച് കൊടുക്കുന്നു. അതിൻ്റെ ആക്സിസ് വേണം. അപ്പോൾ ഡോറ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഈ ആക്സിസ് അല്ലെങ്കിൽ അപ്പുറത്തെ ആക്സിസ്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ആക്സിസ് കൊടുക്കാൻ പോവാം. സെറ്റ് സെലക്ട് ചെയ്യുന്നു. ഇതിനങ്ങ് ഈ ലൈൻ കണ്ട ഈ ഒരു എഡ്ജിനങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതായത് ഇങ്ങനെ വട്ടത്തിലാണ് തിരിയേണ്ടതെന്ന് മനസ്സിലായി. അതായത് ഈ ഒരു ആക്സിസിൽ കിടന്ന് കറങ്ങേണ്ടതാണ് ഡോർ എന്നവർ പറയുന്നു. എന്നിട്ട് ഞാനും പറയാം ഇപ്പം ഇരിക്കുന്നത് ക്ലോസ്ഡ് പൊസിഷനാണ്. അപ്പോൾ ഞാൻ അതേ ക്ലോസ് കൊടുക്കുന്നു. ഞാൻ പിന്നെ ഈ കൈ എടുക്കുന്നു. കൈ എടുത്തിട്ട് എന്താ, ഇതിനെ നേരെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ തുറക്കുന്നു. അപ്പോൾ എത്രയാണ് തുറക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഇവിടെ താഴെ കാണാം, നമുക്ക് ഡിസ്റ്റൻസ് ഇവിടെ കാണിക്കുന്നത്, അതായത് ഡിഗ്രി. ഞാൻ പറയുന്നു 90 ഡിഗ്രി തുറക്കണം എന്നുള്ളത്. ഞാൻ ടൈപ്പ് ചെയ്യുന്നു 90 എന്ന് പറഞ്ഞാൽ എൻ്റർ അടിക്കുക. കേട്ടോ, ഇപ്പോൾ ഇതാണ് അതിൻ്റെ പൊസിഷൻ. എന്നിട്ട് ഞാൻ പിന്നെയും സെറ്റിങ്സിൽ പോയിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇതിനെ പറയുന്നു ഇപ്പം ഇരിക്കുന്ന ഓപ്പൺ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഓപ്പണിൽ പോയി ക്ലിക്ക് ചെയ്യുക. രണ്ടും സെറ്റായി. ക്ലോസ് വിൻഡോ കൊടുക്കുക. പിന്നെ നമ്മുടെ ഡോറിൻ്റെ ഈ സാധനം എടുക്കുന്നു. അതിനെ തൊട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇത്രയുള്ള പരിപാടി. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ തുറന്നു വരും, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അടഞ്ഞു പോകും. ഡ്രോവർ ആണെങ്കിൽ തന്നെ അതേ കണ്ടോ ഓപ്പൺ വലിച്ച് പുറത്തേക്ക് വരുന്നു, ക്ലോസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു വാർഡ്രോബിനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡോറിനെ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അത് വന്നു, ക്ലിക്ക് ചെയ്താൽ അത് വന്നു, മുകളിൽ രണ്ടും വന്നു. ഡ്രോവർ കഴിഞ്ഞ് ഡ്രോവറിനെ അതേ ക്ലിക്ക് ചെയ്താൽ അതും വന്നു. കണ്ടില്ലേ, ഇത്ര ഉള്ള പരിപാടി. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അതിപ്പോൾ നമുക്കൊരു ഡോറായിക്കോട്ടെ, വാർഡ്രോബ് എന്നല്ല, ഇപ്പോൾ ഒരു വീടിൻ്റെയൊക്കെ ഡോറ് നമുക്കിങ്ങനെ തുറന്ന് കാണിക്കണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ തുറന്ന് കാണിക്കണമെങ്കിൽ തുറന്നാൽ. അതുപോലെ ഗേറ്റ്, സ്ലൈഡിങ് ഗേറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ സ്ലൈഡറൊക്കെ വെച്ച് നിങ്ങൾക്ക് മൂവ് ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കാം. സ്ലൈഡിങ് ഗേറ്റ്, മനസ്സിലായില്ലേ? അതാണ് ഈ പ്ലഗിനിൽ ഇന്ന് പറയാനുള്ളത്. ഒരു സിമ്പിൾ ഈ ഫ്രീ ആയിട്ടുള്ളൊരു പ്ലഗിനാണിത്. DBS മൂവ് റൊട്ടേറ്റ് ഓപ്പൺ ക്ലോസ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.